ഹെപ്സിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കാറിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അതായത് ഞാൻ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ കാറ് കിയ സോണറ്റ് ആണ്. ഇതാണ് ആ കാറ്. 2021 മോഡല് കിയ സോണറ്റ് ആണ്. ഇതൊരു IMT ഗിയർ ബോക്സ് ആണ്. അതായത് 1 ലിറ്റർ ടർബോയിൽ IMT ഗിയർ ബോക്സ് ആണ്. അതായത് IMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ്. അതായത് ക്ലച്ച് ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ നമ്മൾ ഗിയർ മാനുവലായിട്ട് തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ 30,000 കിലോമീറ്റർ ഇതിൻ്റെ മീറ്റർ ക്ലോക്ക് ചെയ്തപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഡ്രോബാക്കും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു റിവ്യൂ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെർഫോമൻസ് ആണ്. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കാറാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 പേര് വെച്ചിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും 4th ഗിയറിലടക്കം നമുക്ക് സഡൻ പിക്കപ്പിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. അത് ഞാൻ കുറേ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. വേറൊരു വണ്ടിക്ക് എനിക്കങ്ങനെ, അതായത് പ്രീമിയം വണ്ടികളിലല്ലാതെ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളിൽ എനിക്ക് അത് ഫീൽ ആയിട്ടുള്ളത് ഇതിൽ മാത്രമാണ്. ഞാൻ കുറേ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ്, അതായത് ഓട്ടോമാറ്റിക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് IMT ഓടിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ചടപ്പായിരിക്കും. ഓൾറെഡി ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കാണ്. കാരണം നമ്മുടെ നാട്ടിലെ ട്രാഫിക് ആണെങ്കിലും പിന്നെ ഗട്ടറാണെന്നുണ്ടെങ്കിലും ഏറെക്കുറെ നമുക്ക് ഏറ്റവും കംഫർട്ടുള്ളത് ഓട്ടോമാറ്റിക് തന്നെയാണ്. അപ്പോൾ എനിക്കതൊരു മിസ്റ്റേക്കായിട്ട് തോന്നി. ഞാനെടുത്ത ടൈമിൽ തന്നെ 2 ലക്ഷം രൂപ കൂടെ കൂട്ടി എടുക്കാമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം മടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IMT നമ്മൾ ക്ലച്ച് ഇല്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതൊരു അസ്വസ്ഥത തന്നെയാണ്. 3 വർഷമായിട്ട് എനിക്കിതൊരു മെക്കാനിക്കലായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. ആകെ ഒരു പ്രശ്നം വന്നത് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറാണ്. അത് പിന്നെ അവർ വാറണ്ടിയിൽ തന്നെ ചേഞ്ച് ചെയ്ത് തന്നു. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ക്യാഷ് ഞാനിതുവരെ ചിലവാക്കിയിട്ടില്ല. മൈലേജിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വണ്ടി എടുക്കുന്ന ടൈമിൽ അവർ പറഞ്ഞത് 17-18 കിട്ടുമെന്നാണ്. പക്ഷേ എനിക്ക് ആവറേജ് കിട്ടുന്നത് ഒരു 10, 11, 12 ആ ഒരു ആവറേജ് മൈലേജ് ക്ലോക്ക് ചെയ്യാറുള്ളത്. പിന്നെ ഉള്ളത് ലോങ്ങൊക്കെ പോകുമ്പോൾ ഒരു 16, 15, 17 ആ ഒരു റേഞ്ചിലാണ് അതും കിട്ടാറുള്ളത്. ഈ കാറ് ഡെലിവറി എടുത്ത ടൈമിൽ ഓൺറോഡ് പ്രൈസ് വന്നത് 13 ലക്ഷം രൂപയാണ്. അപ്പോൾ ഞാനത് ഈ 13 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു കിയ സോണറ്റ് എടുക്കാൻ കാരണം ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോയതായിരുന്നു ഒരു വണ്ടി എടുക്കുന്നതിന് ഒരു 6 മാസം മുമ്പ്. പക്ഷേ അന്ന് എനിക്ക് IMT ടെസ്റ്റ് ഡ്രൈവിന് അവൈലബിൾ അല്ലായിരുന്നു. ജസ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക്കാണ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. എന്നാൽ പോലും എനിക്ക് വണ്ടി അത്യാവശ്യം അന്ന് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം അന്നും അത്യാവശ്യം നല്ല പിക്കപ്പും കാര്യങ്ങളും നല്ല പെർഫോമൻസും എനിക്കന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ വണ്ടി മെയിനായിട്ട് ചൂസ് ചെയ്തത്. പിന്നെ ഈ വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സീറ്റർ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ 3 പേർക്കാണ് ഇതിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ആ 3 പേർക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം 2 അഡൾട്ടും ഒരു ചൈൽഡുമാണ് മെയിനായിട്ട് സീറ്റിംഗ് കപ്പാസിറ്റി ഇതിൻ്റെ ബാക്കിൽ പറയുന്നത്. പിന്നെ അതുമല്ല, അതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര ഹാർഡായതുകൊണ്ട് ബാക്കിൽ ട്രാവലിംഗ് എക്സ്പീരിയൻസ് വളരെ മോശമാണ്. ഇറങ്ങിയ ടൈമിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള വേറൊരു വണ്ടി ഇതേ റേറ്റിന് ഇല്ലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ. അത് കാരണം കൊണ്ടാണ് ഞാൻ അത്യാവശ്യം പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യൻ മാർക്കറ്റിൽ പുതുതായിട്ട് വന്നൊരു കമ്പനിയാണ് കിയ. അപ്പോൾ അവരുടെ സെൽട്ടോസ് വിജയകരമായി. എന്നാൽ പോലും സോണറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഒരു പേടി ഇല്ലാണ്ട് ഞാൻ വണ്ടി എടുത്തു. അപ്പോൾ എന്തായാലും ഇതുവരെ എനിക്കൊരു ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ഞാൻ ഇത്ര ചെറിയ ഡ്രോബാക്സ് മാത്രമേ എൻ്റെ ഭാഗത്തു നിന്നുള്ളൂ. എന്നാലും വണ്ടി അടിപൊളിയാണ്. ഇനി നമുക്ക് ഈ വണ്ടിയിൽ അന്ന് വന്നിരുന്ന എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു HCTX+ വേരിയൻ്റ് ആണ്. അതായത് കിയയിൽ അത്യാവശ്യം കുറേ വേരിയൻസ് വരുന്നുണ്ട്. 10-15 ഐറ്റം വേരിയൻസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ HCTX+ ആണ് ഈ വേരിയൻറ്റ്. ഇതിൽ ക്രിസ്റ്റൽ കട്ട് അലോയ് വീലാണ് അന്ന് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ORVM മിറേഴ്സാണ്. പിന്നെ സൺറൂഫ് ഉണ്ട്. ഇവിടെ ഒരു LED ആണ് വരുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു DRL ഉണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് താഴെ പ്രൊജക്ടറാണ് വരുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ് ഗ്രില്ലാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ വണ്ടീൻ്റെ ഇത് 2021 2020 മോഡൽ വരെ അവരുടെ ലോഗോ വേറെ തരത്തിലായിരുന്നു. അപ്പോൾ അത് അവർ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു മോഡലിലേക്ക് ആക്കിയ ടൈമിലാണ് ഞാനും ഡെലിവറി എടുത്തത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ IMTൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് വരുന്നത് LED ആണ്. താഴെ പിന്നെ നോർമൽ ബൾബാണ് വരുന്നത്. അപ്പോൾ TGDI എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂൽ സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനാണ്. പിന്നെ സോണറ്റിൻ്റെ ബാഡ്ജിങ് ഇതെവിടെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്കിലത്തെ ഒരു വ്യൂ. എവിടെ ഏറെക്കുറെ എനിക്ക് അന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു ക്യൂട്ട്നെസ് ഫീൽ ആയിരുന്നു വണ്ടി കണ്ടപ്പോൾ. കിയൻ്റെ വണ്ടികൾ അത്യാവശ്യം ഡിസൈനിലാണ് ഭയങ്കര രസം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ
ഈ വണ്ടി തന്നെ എടുത്തത്. ഇനി നമുക്ക് എന്തായാലും ഇൻറ്റീരിയറിലേക്ക് പോവാം. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡ്. 4 വിൻഡോൻ്റെ ബട്ടൺസാണ്. പിന്നെ ഇത് ലോക്ക് ചെയ്യുന്നതാണ്. പിന്നെ മിററിൻ്റെ ആണിത്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഡോറിൽ വരുന്ന ബട്ടണും കാര്യങ്ങളും. പിന്നെ ഇവിടെ വരുന്ന ഇത് ഹെഡ്ലൈറ്റ് താഴ്ത്തുന്നതിനും ട്രാക്ഷൻ കൺട്രോളും പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ്. പിന്നെ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ സീറ്റ് വരുന്നത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 ഇഞ്ച് ഡിസ്പ്ലേയാണ് ഇതിന് വരുന്നത്. ക്ലസ്റ്ററിൽ ഇതേപോലെ ചെറിയൊരു ഡിസ്പ്ലേ ആണുള്ളത്. ഡിജിറ്റൽ മീറ്ററാണ് നമുക്ക് ക്ലസ്റ്ററിൽ കാണാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ അവൈലബിൾ ആണ്. AC-ൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഇവിടെ ചെറുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നമ്മൾ റിവേഴ്സ് വരുന്ന നമ്മളെ ഹ്യൂണ്ടായിൻ്റെ ഒക്കെ അതേപോലെ തന്നെ താഴെയുള്ളൊരു ബട്ടണ് മുകളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഡയറക്റ്റ് റിവേഴ്സിലേക്ക് ഇടുന്നതാണ്. നമ്മൾ നമുക്കിവിടെ ക്ലച്ച് വരുന്നില്ല. 2 പെഡൽ മാത്രമാണ് ഇവിടെ വരുന്നത്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. ഒരു ചെറിയ സൺറൂഫാണ് ഇതിന് വരുന്നത്. ഡ്രൈവർ സൈഡിലേക്ക് മാത്രം വരുന്നൊരു സൺറൂഫാണ്. പിന്നെ ഇവിടെ ഇത് വരുന്നത് ചാർജ് ചെയ്യാവുന്നൊരു സോക്കറ്റാണ്. പിന്നെ ഇത് നമ്മളെ USB-നാണ്. പിന്നെ ഈ സംഭവം വരുന്നത് ഞാനൊരു ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് ഒരു ഡാഷ് ക്യാമറ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്സസ് കിട്ടുന്നൊരു ക്യാമറയാണ്. ഇതൊരു 6000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ പെയറായിട്ടുള്ള ക്യാമറയുണ്ട്. ഇതാണ് ഇതിൻ്റെ സീറ്റ്. ഇത് ഈ സീറ്റ് കവർ ഞാൻ സെപ്പറേറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ വേറെ വരുന്നത് ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഗ്ലോ ബോക്സ് വരുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറേജ് സ്പേസാണ്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ വണ്ടിയിലും ഇപ്പോൾ വരുന്നതാണ്. പിന്നെ നമുക്ക് ബാക്കത്തെ വ്യൂസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ കിയ സോണറ്റിൻ്റെ ബാക്കിലെ റൂം. അത്യാവശ്യം ചെറിയൊരു ലെഗ് റൂം ഉണ്ട്. എന്നാലും നമുക്ക് കുഴപ്പമില്ലാണ്ടിരിക്കാം. അത്യാവശ്യം ഹെഡ് സ്പേസും ഉണ്ട്. 3 പേർക്ക് കുറച്ച് കൺജസ്റ്റഡ് ആണെങ്കിൽ പോലും 2 അഡൽട്ടും ഒരു ചൈൽഡിനും സുഖമായിട്ട് ഇരുന്ന് പോകാം. ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ പാഴ്സൽ ട്രെയാണ് വരുന്നത്. പിന്നെ ബാക്കിലേക്ക് നമുക്കൊരു ചാർജിങ് സ്ലോട്ടും വരുന്നുണ്ട്. പിന്നെ AC വെൻറ്റും വരുന്നുണ്ട്. അത് പിന്നെ അത്യാവശ്യം നല്ലൊരു ഉപകാരമുള്ളൊരു കാര്യമാണ്. ബൂട്ട് തുറക്കാൻ ജസ്റ്റ് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ടൊന്ന് മുകളിലേക്ക് വലിച്ചാൽ മതി. അതാണ് 385 ലിറ്റർ സ്പേസാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ താഴെ തന്നെയാണ് നമുക്ക് നമ്മളെ സ്റ്റെപ്പിനിയും വരുന്നത്. ഇതാണ് സ്റ്റെപ്പിനി. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. 3 വർഷമായിട്ട് ഒരേ ഇരിപ്പാണ്. ഇതിൽ തന്നെ ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ജാക്കി ടൂൾസ് ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ലൈറ്റും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹുക്കും വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കുമ്പോൾ അതിൽ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹുക്കാണ്. പിന്നെ എന്തായാലും നമുക്ക് ഹുഡൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു ഹുഡാണിത്. പിന്നെ വീട്ടിൽ പൂച്ചകളുള്ള കാരണം കൊണ്ട് കംപ്ലീറ്റ് പൂച്ചൻ്റെ രോമാണ് ഇതിനകത്തുള്ളത്. ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം. ടർബോ GDA 1 ലിറ്റർ ടർബോ പെട്രോൾ എൻജിനാണ്. IMT ഗിയർ ബോക്സാണ് ഇതിന് വരുന്നത്. എന്തായാലും ഇനി നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻറ്റീരിയർ. അത്യാവശ്യം നല്ലൊരു രസകരമായൊരു ഇൻറ്റീരിയർ തന്നെയാണ്. കാരണം ഒരു സെഗ്മെൻറ്റിൽ ബാക്കിയുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി കാര്യങ്ങളും ഇൻറ്റീരിയറിൽ കാണുമ്പോൾ കുറച്ച് ഭംഗി തോന്നുന്നത് കിയയിൽ തന്നെ ആയിരുന്നു. ഞാൻ അത്യാവശ്യം അന്ന് കുറേ വണ്ടികൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. പക്ഷേ എനിക്ക് അതൊന്നും അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പ്രൈസിൽ വരുമ്പോൾ ഫീച്ചേഴ്സും പിന്നെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയും പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഇതാണ് അടിപൊളി. അത് കാരണം കൊണ്ടാണ് ഞാനിത് എടുത്തത്. മറ്റൊരു കാര്യം, ഇത് IMT ആണ്. IMT എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. നേരത്തെ പറഞ്ഞ പോലെ ക്ലച്ചില്ല, പക്ഷേ നമ്മൾ ഗിയർ നമ്മൾ തന്നെ സ്വയം ഷിഫ്റ്റ് ചെയ്യണം. സംഭവം മാനുവലിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലോക്കിലും പിന്നെ ട്രാഫിക്കിലും നമ്മൾ കയറ്റത്തിലേക്ക് നോക്കുമ്പോഴൊക്കെ
ഇത് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3 വർഷത്തിന് ഇപ്പുറം ഇത് കുറച്ച് ലാഗ് ഉണ്ട് തോന്നുന്നു ഈ ഒരു ഗിയർ. എന്താണ് സംഭവം അറിയില്ല, കംപ്ലൈൻ്റ് ആണോ അതോ എന്താണോ എന്നറിയില്ല. പക്ഷേ എന്നാലും ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. പിന്നെ മൈലേജിൻ്റെ കാര്യം മറ്റൊരു വിഷയം. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അടിപൊളിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മളെ ലെഫ്റ്റ് ഹാൻഡും ലെഫ്റ്റ് ലെഗും നമുക്ക് ഫ്രീ ആയിട്ടിരിക്കും. ആ ഒരു ഡിഫറൻസാണ് അതും ഇതും തമ്മിലുള്ള കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ സൺറൂഫ് ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, എയർ ബാഗും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് DRVM വരുന്നുണ്ട്, അതായത് നമുക്ക് റണ്ണിങ് തന്നെ ബാക്കിലെ ക്യാമറ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിന് വരുന്നത്. പിന്നെ വയർലെസ് കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, അത് നല്ലൊരു കാര്യമാണ്. അത്യാവശ്യം ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഓക്കെയാണ്. പിന്നെ ഓടിച്ചുകൊണ്ട് പോകാനും നല്ല കംഫർട്ടാണ്, ഡ്രൈവ് ചെയ്യാൻ കേട്ടോ. യാത്ര ചെയ്യാൻ അത്രക്കൊരു ഇതില്ലെങ്കിൽ പോലും എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. എന്നാലും കൊടുത്ത ക്യാഷിനുള്ള വെറുത്താണ്, കംപ്ലീറ്റ് നെഗറ്റീവ് പറയില്ല. പിന്നെ ചിലവരൊക്കെ സ്വന്തം വണ്ടിനെ കുറിച്ച് എപ്പോഴും പൊക്കി പറയുകയാണ് ചെയ്യുക. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളതുപോലെ പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കിയ സോണറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഞാൻ അത്രയ്ക്ക് പ്രോ എന്നല്ല ഈ ഒരു വ്ളോഗിങ് ഫീൽഡിൽ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.